ഇപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അരുൺകുമാർ, ഇവിടെ 5 വർഷം ശിക്ഷിക്കപ്പെട്ട KV കുഞ്ഞിരാമൻ അടക്കമുള്ള CPM നേതാക്കളുടെ ശിക്ഷ മരവിപ്പിച്ചിരിക്കുകയാണ്. നിയമത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ ഇവർ പ്രതികളല്ല. CBIക്ക് കൂടിയേ കിട്ടിയ ഈ താങ്കൾ ആ കോടതിയിൽ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയായിരുന്നു കോടതി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ? നിലവിൽ വലിയ തിരിച്ചടി CBIക്ക് കിട്ടിയിരിക്കുന്നു. ഈ 4 പ്രതികളെ ശിക്ഷിച്ചതും 5 കൊല്ലമാണെന്ന് പറയുമ്പോഴും ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 225 പ്രകാരമാണ്. അതായത് പോലീസ് ജീപ്പിൽ ഇരുന്ന ഒരു പ്രതിയെ രക്ഷിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയോ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയോ ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളെല്ലാം വിചാരണ ഘട്ടത്തിൽ ഇവർക്കെതിരെ ചുമത്തിയിരുന്നെങ്കിലും അതെല്ലാം സെഷൻസ് കോടതി തന്നെ, വിചാരണ കോടതി തന്നെ തള്ളിക്കളയാണ് ഉണ്ടായത്. അപ്പോ ഈ കുറ്റകൃത്യത്തിനുള്ള ഗൂഢാലോചനയില്ല, കൊലപാതകത്തിനുള്ള ഗൂഢാലോചനയില്ല, പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയില്ല, ഏതെങ്കിലും തരത്തിൽ പ്രതികളെ സംരക്ഷിച്ചതിന് തെളിവില്ല, അതുപോലെ തന്നെ തെളിവ് നശിപ്പിച്ചതിന് ഒരു എവിഡൻസും കണ്ടെത്തിയിട്ടില്ല. മറിച്ച് കുറ്റവാളികളെ രക്ഷിച്ചു കൊണ്ടുപോയി എന്ന രൂപത്തിൽ ആണ് 4 പ്രതികളെ 5 കൊല്ലം വീതം ശിക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതൊരു അസാധാരണമായിട്ടുള്ള രീതിയായിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ ബെയിലബിൾ ഒഫൻസായി ഈ കേസിന്റെ ഒരു ഘട്ടത്തിൽ പോലും പോലീസ് റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ല. കാരണം വിചാരണ കോടതി തന്നെ നേരത്തെ തന്നെ ജാമ്യം കൊടുത്ത് ഇപ്പോൾ ശിക്ഷിച്ച് കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ പറയുമ്പോൾ മാത്രമാണ് ഇവർ ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ട്രയലിന്റെ ഘട്ടത്തിലൊന്നും ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടില്ല, സാക്ഷികളെ സ്വാധീനിച്ചിട്ടില്ല, മറ്റൊരു തരത്തിലും നീതിപൂർവമായിട്ടുള്ള വിചാരണയിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് എല്ലാ തരത്തിലും ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട് എന്ന പ്രതിവിഭാഗം അഭിഭാഷകന്റെ വാദം കോടതി സ്വീകരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതെന്തായാലും CBIക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം ഇതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കൊടുത്ത പ്രതികളിൽ ആഡ് ചെയ്ത് വന്ന പ്രതികളെല്ലാം ഭൂരിഭാഗം പ്രതികളെയും രക്ഷിച്ച് അല്ലെങ്കിൽ ആ പ്രതികൾക്കെതിരെ യാതൊരു തെളിവില്ലെന്ന് കോടതി കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ചെറിയ ആളുകളെ, അതായത് CBI അന്വേഷിച്ച് കൊണ്ടുവന്ന കേസുകളിൽ ചില പ്രതികൾക്കെതിരെ ആയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരികയും അതിനു വേണ്ടിയിട്ട് CBI തെളിവ് കണ്ടെത്തുകയും ചെയ്തത്. പക്ഷെ കോടതിയിൽ വന്ന വാദത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ പ്രതിയെ രക്ഷിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു, 2ാം പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അന്നേരം ആ പോലീസ് ജീപ്പിലുണ്ടായിരുന്ന പോലീസുകാരൻ, പ്രധാനമായി ഈ കേസിൽ തെളിവ് കൊടുത്ത പോലീസുകാരൻ, അതേ ദിവസം അതേ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരുന്ന് മറ്റൊരു കേസിന്റെ FIR തയ്യാറാക്കുകയായിരുന്നു. അപ്പൊ മറ്റൊരു കേസിന്റെ FIR തയ്യാറാക്കിയായിരുന്ന ആൾ എങ്ങനെ ഈ പോലീസ് ജീപ്പിൽ നിന്ന് പ്രതിയെ രക്ഷിക്കുമ്പോൾ അവിടെ സാക്ഷിയായിട്ടുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം വളരെ റെലവന്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ DYSP അടക്കമുള്ളവർ പോലീസ് എൻക്വയറി നടത്തണം, പോലീസ് തലത്തിൽ അന്വേഷണം നടത്തണം, ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് CBI പ്രത്യേകം പരിശോധിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായപ്പോഴും ഇത്തരത്തിലൊരു സാഹചര്യമേ ഉണ്ടായിട്ടില്ല എന്നതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തത്. അതായത് പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നതാണ്. ഇത്തരം വസ്തുതകളെല്ലാം നോക്കുമ്പോൾ CBI ഒരു ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസ് ഡയറിയുടെ ഭാഗമാണ് ഈ 4-5 പ്രതികൾക്കെതിരായിട്ടുള്ള ആരോപണം എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള വാദമാണ് പ്രതിഭാഗം അഭിഭാഷകൻ നിരത്തിയത്. അത് കോടതി കൃത്യമായിട്ട് അംഗീകരിച്ച് സെന്റൻസ് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ നിരുപാധികമായിട്ടുള്ള ജാമ്യം ഇന്ന് തന്നെ അവർക്ക് ജയിലിൽ നിന്ന് റിലീസാകാൻ കഴിയും. ശ്രീ അരുൺകുമാർ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അസാധാരണത്വം, ഈ കേസിൽ ജീപ്പിലിരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം 5 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുക എന്നൊരു അസാധാരണത്വമുണ്ട്. ഹൈക്കോടതിക്ക് ന്യായമായി തന്നെ സാധാരണഗതിയിൽ നമുക്കൊക്കെ തോന്നുന്ന, ഏതൊരു സാധാരണക്കാരനും തോന്നുന്ന ഒരു അസാധാരണത്വം ഈ കേസിലുണ്ടായിരുന്നു. ആ ഒരു ചോദ്യം ഏതെങ്കിലും ഘട്ടത്തിൽ ഹൈക്കോടതി നിന്ന് ചോദിക്കേണ്ടായോ ഈ കോടതി വിധിയെ സംബന്ധിച്ച്, 5 വർഷം ശിക്ഷിച്ചതിനെ സംബന്ധിച്ച്? അല്ല, സ്വാഭാവികമായിട്ടും ഈ കേസ് ഒരു 225 IPC എന്ന് പറയുമ്പോൾ ബെയിലബിൾ ഒഫൻസ് പോലെ തന്നെ, അതായത് വിചാരണ ഘട്ടത്തിലെല്ലാം ജാമ്യത്തിലാണ്, ഒരു ദിവസം പോലും ജയിൽവാസം അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. വിചാരണയിൽ കോടതിയിൽ പൂർണ്ണമായിട്ടുള്ള സഹകരണം പുലർത്തി. ഇവർ കുറ്റക്കാരാന്ന് കണ്ടിട്ട് പോലും ഈ 4-5 പേർക്കും ജാമ്യം കൊടുത്തു കോടതി, കുറ്റക്കാരെന്ന് കണ്ടിട്ട്. സാധാരണ കുറ്റക്കാരെന്ന് കണ്ടാൽ ജാമ്യം റദ്ദാക്കി ജയിലിലേക്ക് വിടുകയും 4-5 ദിവസം കഴിയുമ്പോൾ ശിക്ഷ പറയുകയുമാണ് ചെയ്യുക. ഇതിൽ കുറ്റക്കാരെന്ന് കണ്ടിട്ടും ജാമ്യം കൊടുത്തു. പിന്നെ ശിക്ഷ പറയുമ്പോഴാണ് 5 കൊല്ലം എന്നുള്ള തരത്തിലേക്ക് ഒരു വലിയ പണിഷ്മെന്റ് എന്ന രൂപത്തിലേക്ക് വന്നത്. 3 കൊല്ലത്തിന് മുകളിലുള്ള ശിക്ഷയ്ക്ക് ജാമ്യം കിട്ടില്ല എന്നതുകൊണ്ട് ഇവർ ജയിലിലേക്ക് പോയി. അപ്പോൾ ഏതായാലും ഒരു അപെക്സ് കോടതി ഇത്തരത്തിൽ ഉള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഗൗരവമായിട്ട് അപ്പീൽ പരിഗണിക്കുന്ന കോടതി എന്ന രൂപത്തിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചും പരിഗണിച്ചിട്ടുമാണ് ഈ 4 പേരുടെയും ശിക്ഷ മരവിപ്പിച്ചതും അവർക്ക് നിരുപാധിക ജാമ്യം, കൃത്യമായിട്ടുള്ള ഉപാധികളോടെയുള്ള ജാമ്യം അനുവദിച്ച് അവർക്ക് ഇന്ന് തന്നെ പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അരുൺകുമാർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.